തീറ്റ മെഡിറ്റേഷൻ ഉറക്കക്കുറവിനും അമിത ചിന്തകൾക്കും പൂർണ്ണ പരിഹാരം നൽകുന്ന ഒരു പവർഫുൾ മെഡിറ്റേഷനാണ് തീറ്റ മെഡിറ്റേഷൻ. അമിത ചിന്തകൾ അഥവാ ഓവർ തിങ്കിങ്, ഉറക്കക്കുറവ് തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള പരിഹാരം മാത്രമല്ല തീറ്റ മെഡിറ്റേഷൻ കൊണ്ടുള്ള പ്രയോജനം. മൈൻഡിലെ മാലിന്യങ്ങളെല്ലാം മാറ്റി, കുട്ടിക്കാലം മുതൽ അടിഞ്ഞുകൂടിയതും ദൈനംദിന ജീവിതത്തിൽ വന്നു ചേരുന്നതുമായ മൈൻഡിന്റെ എല്ലാ മാലിന്യങ്ങളും മാറ്റിക്കളഞ്ഞ് മൈൻഡിന്റെ സ്വാഭാവികമായ കപ്പാസിറ്റികൾ തേച്ചു മിനുക്കിയെടുത്ത് അതുവഴി ദൈനംദിന ജീവിതത്തിൽ മൈൻഡിന്റെ ശേഷികൾ വർദ്ധിത തോതിൽ ഉപയോഗിച്ച് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സക്സസ് ആകാനും കൂടി പ്രയോജനം ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് തീറ്റ മെഡിറ്റേഷൻ. ഈ ഒരു മെഡിറ്റേഷൻ തന്നെ എങ്ങനെയാണ് ഈ രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾക്കും പ്രയോജനം ലഭിക്കാൻ വേണ്ടി പ്രയോഗിക്കുക? അമിത ചിന്തകൾ അഥവാ ഓവർ തിങ്കിങ്, അതുപോലെ മറ്റൊന്നാണ് ഉറക്കക്കുറവ്. ഇത് രണ്ടിനും എങ്ങനെയാണ് പ്രയോഗിക്കുക? ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ വ്യത്യാസത്തിലാണ് ഈ രണ്ട് ടെക്നിക്കുകളും ചെയ്യേണ്ടത്. ഒരേ ടെക്നിക്കാണ്, ചെറിയ വ്യത്യാസം, അത് പറഞ്ഞു തരാം. പക്ഷേ അതിന് മുൻപായി ഈ ടെക്നിക്കിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് മറ്റെല്ലാ വീഡിയോകളിലും ആദ്യം തന്നെ ആ ടെക്നിക്ക് പഠിപ്പിക്കാനാണ് പതിവ്. ജസ്റ്റ് ഒരു ആമുഖം തന്നതിന് ശേഷം ആ ടെക്നിക്ക് പഠിപ്പിക്കാനാണ് പതിവ്. ലാഗ് ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ ഈ ടെക്നിക്ക് പഠിക്കാൻ വേണ്ടി അതിന്റെ സയൻസ് തന്നെ ആദ്യം പഠിക്കേണ്ടതുണ്ട്. എന്താണ് തീറ്റ മെഡിറ്റേഷൻ എന്നാൽ, അല്ലെങ്കിൽ തീറ്റ മൈൻഡ് കൺട്രോൾ, അത് എന്താണ് അതിന്റെ സയന്റിഫിക് വശം, അതുപോലെ മറ്റ് ചില കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം, അത് പഠിച്ചതിന് ശേഷം ആ മെഡിറ്റേഷനെ കുറിച്ച് അറിയുമ്പോഴാണ് അത് എങ്ങനെയാണ് ഫലിക്കുക എന്ന് മനസ്സിലാക്കാൻ കഴിയുക. അതല്ലെങ്കിൽ ഇത്രയും നിസ്സാരമായ ഒരു കാര്യം എങ്ങനെയാണ് ഈ കാര്യങ്ങൾക്ക് 100% ഫലപ്രദമാകുന്നത്, പൂർണ്ണമായും അത് ഫലം ചെയ്യുന്നത്, പ്രയോജനം ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം, ഒരു ചിന്ത മനസ്സിലുണ്ടായേക്കാം. അതുകൊണ്ട് ആദ്യം അത് ക്ഷമയോടെ അത് കേട്ട് മനസ്സിലാക്കിയിട്ട് അതിന്റെ സയൻസ് എന്താണ്, ഈ തീറ്റ മെഡിറ്റേഷൻ എന്താണ്, അത് എങ്ങനെയാണ് സയന്റിഫിക് ആയി നമ്മുടെ ഈ ആവശ്യങ്ങൾക്കായി ഫലിക്കുന്നത് എന്നുള്ള ആ തിയറി ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ആ ടെക്നിക്കിലേക്ക് പോകാം. ക്ഷമയോടെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാലാണ് ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതെല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്ന ഒരു കാര്യമല്ല എന്നുള്ളതും മറ്റ് വീഡിയോകൾ കാണുന്നവർക്ക് അറിയുകയും ചെയ്യാം. 1 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാൻ കഴിയുന്നത്രയും ലളിതമാണ്. 1 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാവുന്നതേ ഉള്ളൂ ഈ ടെക്നിക്ക്. പക്ഷേ എങ്ങനെയാണ് ഇത് ഉറക്കക്കുറവിനും അമിത ചിന്തകൾക്കും ഓവർ തിങ്കിങ്ങിനും പരിഹാരമാകുന്നത് എന്നുള്ള ആ സയൻസ് ഒന്ന് മനസ്സിലാക്കി പോകാം. അതിനായി ആദ്യം തീറ്റ എന്നാൽ എന്താണെന്ന് അറിയേണ്ടത്. അപ്പോഴാണ് തീറ്റ മെഡിറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. തീറ്റ എന്നാൽ എന്താണ്? ബ്രെയിനെ സംബന്ധിച്ച് തീറ്റ എന്നാൽ എന്താണ്? നിങ്ങൾ ആൽഫ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ആൽഫ മെഡിറ്റേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. തീറ്റ, ഡെൽറ്റ, തീറ്റ, ആൽഫ, ബീറ്റ, ഗാമ, ഇതെന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതൊന്ന് കേട്ടുവിട്ടാൽ മതി, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടുവിട്ടാൽ മതി, മനസ്സിലാക്കി വെക്കണമെന്നില്ല. മെഡിറ്റേഷൻ മാത്രം ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കിയാൽ മതി. ഇതൊന്ന് കേട്ടുവിട്ടാൽ തന്നെ, അത് കേട്ടു പോകുമ്പോൾ തന്നെ ആ കാര്യം മനസ്സിലാക്കിക്കോളും. അതിന്റെ ആ കാര്യം മനസ്സിലാക്കേണ്ടത് ആവശ്യകതയുള്ളൂ. ഇത് തീറ്റ, ഡെൽറ്റ, ബീറ്റ, ഗാമ എന്നെല്ലാം പറയുന്നത് ബ്രെയിൻ വേവ്സിനെയാണ്, ബ്രെയിൻ വേവ്സിന്റെ എണ്ണത്തെയാണ്, ഫ്രീക്വൻസിയാണ്. അതാണ് ഡെൽറ്റ, തീറ്റ എന്നെല്ലാം പറയുന്നത്. ഉദാഹരണമല്ല, നേരെ കാര്യത്തിലേക്ക് പോകാം. ഒരു സെക്കൻഡ് ദൈർഘ്യത്തിൽ, ഒരു സെക്കൻഡ് എന്നുള്ളത് ഇത്രയും ടൈം ആണെങ്കിൽ, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന തരംഗങ്ങളുടെ എണ്ണത്തിനെയാണ് ഈ പേരുകൾ കൊണ്ട് വിവക്ഷിക്കുന്നത്. ഒരു സെക്കൻഡ് നേരത്തിനുള്ളിൽ, ആ ഒരു സെക്കൻഡ് ദൈർഘ്യത്തിനുള്ളിൽ ഉണ്ടാകുന്ന തരംഗങ്ങളുടെ എണ്ണം, അത് ചിലപ്പോൾ ഒരു സെക്കൻഡിൽ 1 തരംഗമാകാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സെക്കൻഡിൽ 2 തരംഗമാകാം, ചിലപ്പോൾ ഒരു സെക്കൻഡിൽ അര തരംഗമാകാം, ഒരു സെക്കൻഡിൽ 10 തരംഗമാകാം. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ആ ബ്രെയിൻ വേവ്സിന്റെ എണ്ണമാണ് ഈ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന തരംഗങ്ങളുടെ എണ്ണം. ഇനി അതിനു മുൻപ് ജസ്റ്റ് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, അതിന്റെ സയൻസ് നന്നായി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി 1-2 കാര്യങ്ങൾ കൂടെ പറയാം. ആ വേവ്സിന്റെ ശക്തി, തീവ്രത, ഇന്റൻസിറ്റി, അതാണ് അതിന്റെ ഉയർച്ചയെ കാണിക്കുക. നമ്മളിപ്പോൾ അത്രയും പഠിക്കേണ്ട ആവശ്യമില്ല. അതിന് ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുക, ആംപ്ലിറ്റ്യൂഡ്, ആ ശക്തിയെ. ഇനി മറ്റൊന്ന്, ആ ആംപ്ലിറ്റ്യൂഡും തരംഗത്തിന്റെ എണ്ണവും അനുസരിച്ചിരിക്കും വേവ് ലെങ്ത്. അതായത് ഒരു തരംഗമാണ്, ഒരു വേവ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു വേവ്. അപ്പം ഇവിടെ മുതൽ ഇവിടെ വരെ എത്തുന്ന ആ ഒരു ലെങ്ത്, അതാണ് വേവ് ലെങ്ത്. 2 എണ്ണമാണെങ്കിൽ ആ വേവ് ലെങ്ത് കുറയും. നിങ്ങൾ കേട്ടിട്ടില്ലേ സെയിം വേവ് ലെങ്ത് എന്നൊക്കെ? ഒരേ വേവ് ലെങ്ത് ആണ് എന്നുള്ളത് അതിന്റെ സയൻസ് ആണിത്. ഏതായാലും ഇനി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന തരംഗങ്ങളുടെ എണ്ണം, അത് എപ്പോഴൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് പിന്നാലെ പറയാം. ഇതിന്റെ തൊട്ട് പിന്നാലെ ആദ്യം ആ തരംഗങ്ങളുടെ എണ്ണത്തെ കുറിച്ചൊന്ന് പഠിക്കാം. ജസ്റ്റ് ഇത് കേട്ടുവിട്ടാൽ മതി കേട്ടോ. ഈ റോക്കറ്റ് സയൻസിന്റെ ആവശ്യമൊന്നുമില്ല തീറ്റ മെഡിറ്റേഷൻ ഫലിപ്പിക്കാനായിട്ട്. പക്ഷേ അത് എങ്ങനെയാണ് ഫലിക്കുക എന്നൊന്ന് അറിയുന്നതിന് ഇത് അറിഞ്ഞിരിക്കുന്നത് ഉത്തമമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് ആദ്യം കേൾക്കുന്നവർക്കൊക്കെ എങ്ങനെയാണ് ഇത് ഫലിക്കുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടായേക്കാം. ഇതെല്ലാം നമുക്ക് നോക്കാം. സെക്കൻഡിൽ ഉണ്ടാകുന്ന തരംഗങ്ങളുടെ എണ്ണം 0.5 മുതൽ 1/2 മുതൽ 3 വരെയാണെങ്കിൽ അതിനെ ഡെൽറ്റ എന്നും, 4 മുതൽ 7 വരെയാണെങ്കിൽ അതിനെ തീറ്റ എന്നും, 8 മുതൽ 12 വരെയാണെങ്കിൽ അതിനെ ആൽഫ എന്നും, 13 മുതൽ 30 വരെയാണെങ്കിൽ അതിനെ ബീറ്റ എന്നും, 31 മുകളിലാണെങ്കിൽ 31 to 40, 31 to 50 ആണെങ്കിൽ അതിനെ ഗാമ എന്നും പറയുന്നു. ഇതാണ് ആ പേരുകളുടെ അർത്ഥം. ഇനി ഈ തരംഗങ്ങൾ, ഈ ഡെൽറ്റ, ബീറ്റ, ഗാമ, ആൽഫ, ഇതൊക്കെ ഏത് തരം സന്ദർഭങ്ങളിലാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്ത് ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്താണ് ഈ തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നോക്കാം.
0.5 മുതൽ അര മുതൽ 3 വരെ ഗാഠനിദ്രയിലും 4 മുതൽ 7 വരെ തീറ്റ. അതവിടെ നിൽക്കട്ടെ. ആദ്യം പറഞ്ഞത് അര മുതൽ 3 വരെ ഡെൽറ്റ ഗാഠനിദ്രയിലും 4 മുതൽ 7 വരെയുള്ളതാണ് തീറ്റ. അതവിടെ നിൽക്കട്ടെ, അത് പിന്നാലെ പഠിക്കാം. കാരണം നമ്മൾ ആ തീറ്റ മെഡിറ്റേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തീറ്റ എന്താണെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കേണ്ടതുണ്ട്. 8 മുതൽ 12 വരെ ആൽഫ. എന്നാൽ 8 മുതൽ 12 വരെ ആൽഫ തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം, ഏതെങ്കിലും ഒരു വസ്തുവിലോ കാര്യത്തിലോ ഏതെങ്കിലും ഒന്നിൽ മാത്രം ക്ഷമയോടെ ഫോക്കസ് ചെയ്യുമ്പോൾ, സ്വല്പം ക്ഷമയോടെ ഫോക്കസ് ചെയ്യുമ്പോൾ, ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് ആൽഫ തരംഗങ്ങൾ ഉണ്ടാകുന്നത്. 13 മുതൽ 30 വരെയുള്ള തരംഗങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല്ല് തേക്കുമ്പോൾ, ഷർട്ട് തേക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെയാണ് ബീറ്റ തരംഗം. അതിൻ്റെയും ലോ ബീറ്റ, മിഡ് ബീറ്റ, ഹൈ ബീറ്റ ഉണ്ട്. അതിലേക്ക് പോകുന്നില്ല. സാധാരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലോ ബീറ്റയും, സ്വല്പം ശ്രദ്ധ കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മിഡ് ബീറ്റയും, അതീവ ശ്രദ്ധ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹൈ ബീറ്റയും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി ബീറ്റയ്ക്ക് മുകളിൽ 31 മുകളിലേക്ക് ഗാമ തരംഗങ്ങൾ എന്ന് പറയുന്നത് കൂടിക്കുഴഞ്ഞ ചിന്തകളും കോംപ്ലിക്കേറ്റഡ് തിങ്കിങ്ങും അത് പോസിറ്റീവ് നെഗറ്റീവും വരാറുണ്ട്. ആത്മഹത്യാ ചിന്ത തോന്നുന്ന സന്ദർഭങ്ങളിൽ അത് ഗാമ അളക്കാൻ കഴിയാറുണ്ട്. പോസിറ്റീവ് ഗാമയും ഉണ്ട്. സയന്റിസ്റ്റുകളുടെയൊക്കെ കൂടിക്കുഴഞ്ഞ ഇക്വേഷൻസിന്റെ ഉത്തരം തിരയുന്ന സയന്റിസ്റ്റുകളുടെയൊക്കെ ബ്രെയിൻ വേവ്സും ആ സമയത്തും ഗാമ അളക്കാൻ കഴിയാറുണ്ട്. ഇതാണ് ആ വേവ്സ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് തീറ്റയാണ്. തീറ്റ എന്നാൽ എപ്പോഴാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നോക്കാം. തീറ്റ വേവ്സ്, തീറ്റ തരംഗങ്ങൾ, സെക്കൻഡിൽ 4 മുതൽ 7 വരെ തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ അവസ്ഥ, അത് എപ്പോഴാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഏത് സന്ദർഭത്തിലാണെന്ന് നോക്കാം. ഉണർന്നിരിക്കുന്ന ചിന്തയില്ലാത്ത അവസ്ഥ. ഉണർന്നാണ്, പക്ഷെ ചിന്തയില്ലാത്ത അവസ്ഥ. അത് ദൈനംദിന ജീവിതത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന പ്രതിഭാസമാണ്. ഉറക്കത്തിൽ നിന്ന്, ഗാഠനിദ്രയിൽ നിന്ന് ഉണരുന്നതിനിടയ്ക്കുള്ള ആ ഒരു ഫ്രാക്ഷൻ, ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു, ചിന്ത സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനിടയ്ക്കുള്ള ആ ഒരു സെക്കൻഡിന്റെ അംശങ്ങൾ, സെക്കൻഡിന്റെ ഫ്രാക്ഷൻസ്. അതുപോലെ തന്നെ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാം ഉറങ്ങാൻ പോകുന്നു. ആ ഉറക്കത്തിലേക്ക് വീഴുന്നതിന് തൊട്ട് ആ സെക്കൻഡിന്റെ ഫ്രാക്ഷൻസ്, ആ ഒരു അംശങ്ങൾ, അത്രയും ചെറിയ സമയമാണ് ദൈനംദിന ജീവിതത്തിൽ ഈ തീറ്റ വേവ്സ് നോർമലി സംഭവിക്കാറുള്ളത്. ഇവിടെ നാം അതിനെ സ്വാഭാവികമായി, ഏറ്റവും സ്വാഭാവികമായി പരമാവധി ചിന്തയില്ലാത്ത ഉണർന്നിരിക്കുന്ന സമയത്ത് പരമാവധി ചിന്തയില്ലാത്ത ആ ഒരു സ്റ്റേറ്റിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് മൈൻഡിനെ എത്തിക്കുന്ന ടെക്നിക്കാണ് തീറ്റ മെഡിറ്റേഷൻ. ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് അത് ഉറക്കക്കുറവിന് പൂർണ്ണ പരിഹാരമാകുന്നത്, എങ്ങനെയാണ് അമിത ചിന്തകളിൽ നിന്ന് പൂർണ്ണമോചനം തന്നെ നേടാൻ സഹായിക്കുന്നത്. അത് ഈ പോയിന്റിൽ മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, തീറ്റ വേവ്സ് സെക്കൻഡിൽ 4 മുതൽ 7 വരെ. ഇനി ആ നമ്പറുകൾക്കൊന്നും പ്രസക്തിയില്ല. തീറ്റ എന്ന് പറയുന്നത് ഡെൽറ്റയുടെ, അതായത് ഗാഠനിദ്രയുടെ തൊട്ടടുത്ത ലെവലാണ്. ബീറ്റ ദൈനംദിന ജീവിതം, അതിന് താഴെ സ്വല്പം ഏകാഗ്രത വരുന്നു, അത് ആൽഫ. അതിന് താഴെ തീറ്റ എന്ന് പറയുന്നത്, അതിന് തൊട്ടടുത്തത് ഡെൽറ്റയാണ്. ഗാഠനിദ്രയുടെ വക്കിലെത്തുകയാണ്. ഗാഠനിദ്രയുടെ വക്കിൽ നമുക്ക് ബോധപൂർവം നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിന്റെ ഫ്രാക്ഷനിൽ നാം നിദ്രയിലേക്ക് വഴുതി വീഴും. അതാണ് ഇത് ഉറക്കക്കുറവിന് പരിഹാരമാകുന്നതിന്റെ ശാസ്ത്രീയ നിരീക്ഷണം. ഇനി എങ്ങനെയാണിത് അമിത ചിന്തകൾക്ക്, ഓവർ തിങ്കിങ്ങിന് പരിഹാരമാകുന്നത്? ഈ പറഞ്ഞത് തന്നെ ആ ഡെൽറ്റ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ചിന്തകൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ പിന്നെ അവിടെ അമിത ചിന്തകൾക്കേ പ്രസക്തിയില്ല. ഇനി ഒരു പക്ഷേ അത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ അത്രയും അമിത ചിന്തകൾ അല്ലെങ്കിൽ പോലും ആ തോട്ട്ലെസ് സ്റ്റേറ്റിലേക്ക്, ആ ചിന്ത ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഓവർ തിങ്കിങ്ങിന് എന്തായാലും അത് പരിഹാരമായി മാറുന്നു. അത് നമ്മൾ സ്ഥിരം ശീലിക്കുന്നതോടെ ഈ ഓവർ തിങ്കിങ് എന്ന ആ പാറ്റേണിൽ നിന്ന് ബ്രെയിനിന് മോചനമാവുകയും ആ ബ്രെയിനിന്റെ ആ സ്വാഭാവികമായ ഒരു നോർമൽ കണ്ടീഷനിലേക്ക് ബ്രെയിൻ എത്തുകയും ചെയ്യും. ആ കണ്ടീഷന് ഒരു പേരുണ്ട്. അതിന്റെ പേരാണ് ഇക്വാണിമിറ്റി, സമചിത്തത. ബ്രെയിൻ സമചിത്തത എന്ന ആ ഒരു സ്റ്റേറ്റ് കൈവരിക്കുന്നു ഇത് സ്ഥിരം ശീലിക്കുമ്പോൾ. മനുഷ്യ മനസ്സൊരു കുരങ്ങിനെ പോലെയാണ്. ഹ്യൂമൻ മൈൻഡ് ഈസ് ലൈക്ക് എ മങ്കി. അത് എപ്പോഴും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. ഈ കൊമ്പിൽ നിന്ന് ആ കൊമ്പിലേക്ക് ഒരു കുരങ്ങൻ ചാടുന്ന പോലെ എപ്പോഴും ചാടിക്കൊണ്ടേയിരിക്കും. ഫിക്കിൾ, ഡിസിപ്പേറ്റഡ്, ഷാറ്റേഡ്, വിതറിയ, ചിതറിയ, പതറിയ. ആ വിതറി പതറി ചിതറി നടക്കുന്ന ആ ചിന്തകളെ തന്നെയാണ് ആകുല ചിന്ത എന്നും, അല്ലെങ്കിൽ അതിന്റെ ആധിക്യങ്ങളെയാണ് അമിത ചിന്തകൾ എന്നും ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അത് ടെൻസ്ഡ് ആയി പോകാം, ലോ ആയി പോകാം. അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ അതിനെ വെട്ടിക്കളഞ്ഞുകൊണ്ട് അതിനെ ഒരു നോർമൽ സ്റ്റേജിലേക്ക്, സ്വാഭാവികമായി തന്നെ ആ ഒരു നോർമൽ സ്റ്റേജിലേക്ക് ബ്രെയിനിന്റെ ആ പാറ്റേൺ, ബ്രെയിനിന്റെ ആ രീതി തന്നെ ആ ഒരു രീതിയിലേക്ക് എത്തുകയും ഏത് സന്ദർഭങ്ങളെയും സമചിത്തതയോടെ നോക്കിക്കാണുകയും ചെയ്യാൻ നമ്മുടെ ബ്രെയിനിനെ ശീലിപ്പിക്കുന്ന, ഒരു സ്വാഭാവികമായി ശീലിപ്പിക്കുന്ന ആ സ്വാഭാവിക ടെക്നിക്കാണ് തീറ്റ മെഡിറ്റേഷൻ. ആ തീറ്റ
മെഡിറ്റേഷൻ കൊണ്ട് ഒരാൾക്ക് കൈവരുന്ന ശേഷിയുടെ പേരാണ് ഇക്വാണിമിറ്റി, സമചിത്തത. എങ്ങനെയാണ് ഇനി തീറ്റ മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുക? അതിന് മുൻപ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഒന്ന് പൂരിപ്പിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു ഉറക്കക്കുറവിനും ഓവർ തിങ്കിങ്ങിനും വേണ്ടി ഈ ഒരു മെഡിറ്റേഷൻ തന്നെ 2 ചെറിയ വ്യത്യാസങ്ങളോടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് ആ ഓവർ തിങ്കിങ് മാറ്റാനുള്ള ആവശ്യത്തിന് വേണ്ടി നാം ചെയ്യുമ്പോൾ അത് ഇരുന്നു കൊണ്ടാണ് ചെയ്യേണ്ടുന്നത്. നടുവ് നിവർന്നിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യതയുണ്ടാകും. കാരണം തീറ്റയിൽ എത്തിയാൽ, നമ്മൾ അറിയാതെങ്കിലും തീറ്റയിൽ എത്തിയാൽ അടുത്തത് ഡെൽറ്റയാണ്, ഉറക്കത്തിലേക്ക് വഴുതി വീണു പോകും. അങ്ങനെ പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഓവർ തിങ്കിങ്ങിന്റെ പരിഹാരം ലഭിക്കണമെങ്കിൽ മിനിമം നിത്യവും ഒരു 5 മിനിറ്റെങ്കിലും നടുവ് നിവർന്നിരുന്നു കൊണ്ട് ചെയ്താൽ അത് ഓവർ തിങ്കിങ്ങിന്റെ പരിഹാരമാകുന്നു. അത് അടുത്ത വ്യത്യാസം ജസ്റ്റ് മലർന്ന് കിടന്നുകൊണ്ടോ ചെരിഞ്ഞു കിടന്നുകൊണ്ടോ കിടന്നുകൊണ്ട് തീറ്റ മെഡിറ്റേഷൻ ചെയ്താൽ ഉറക്കക്കുറവിന് പരിഹാരമാകുന്നു. ഇപ്പോൾ വ്യക്തമല്ലേ കാര്യം? ഒരേ മെഡിറ്റേഷൻ ചെറിയ 2 ട്വിസ്റ്റ് വരുത്തിയാൽ തന്നെ 2 കാര്യങ്ങൾക്കുള്ള പരിഹാരമായി മാറുന്നു. വ്യക്തമായി ശ്രദ്ധിക്കണം. ഓവർ തിങ്കിങ്ങിന്റെ പരിഹാരത്തിന് വേണ്ടി കിടന്നുകൊണ്ട് ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ടാകും. ഉറങ്ങിപ്പോകാതെ ഒരു 5 മിനിറ്റെങ്കിലും നിത്യേന ചെയ്യാൻ കഴിയുമ്പോഴാണ് ബ്രെയിൻ ഇക്വാണിമസ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഇക്വാണിമിറ്റി എന്ന സ്റ്റേജിലേക്ക് എത്തുന്നത്, ഇക്വാണിമസ് ആയി മാറുന്നത്. ഇപ്പോൾ ആ കാര്യം വ്യക്തമാണെന്ന് കരുതുന്നു. ഇനി നമുക്ക് തീറ്റ മൈൻഡ് കൺട്രോൾ എങ്ങനെ ഏറ്റവും ശരിയായി ചെയ്യാമെന്ന് നോക്കാം. ഒരിടത്ത് സ്വസ്ഥമായി കണ്ണടച്ച് ഇരുന്നു കൊണ്ട് ചമ്രം പടിഞ്ഞോ ഒരു കസേരയിലോ എങ്ങനെയുമാകാം, പക്ഷെ ചാരി ഇരിക്കരുത്. സ്വസ്ഥമായി നടുവ് നിവർന്നിരുന്ന് കണ്ണുകൾ അടച്ച് നാസികാദ്വാരങ്ങൾക്കുള്ളിലെ സ്വാഭാവിക ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. നാസികാദ്വാരങ്ങൾക്കുള്ളിലെ, പുതിയ ചെറുപ്പക്കാരൊക്കെ നാസികാദ്വാരം എന്ന് പറയുമ്പോൾ അതെവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. മൂക്കിൻ്റെ ദ്വാരം, ആ മൂക്കിൻ്റെ തുറന്നിരിക്കുന്ന ആ ഭാഗം, തൊണ്ടയിലോ ശ്വാസകോശത്തിലോ അല്ല ശ്രദ്ധിക്കേണ്ടത്, നാസികാദ്വാരം. ഇനി നാസികാദ്വാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആ നാസികാദ്വാരം തുറന്നിരിക്കുന്നതിൻ്റെ ആ തൊട്ടുൾഭാഗത്ത് ശ്വാസത്തിൻ്റെ വരവും പോക്കും നിങ്ങൾക്ക് അവിടെ സെൻസ് ചെയ്യാൻ കഴിയും, അവിടെ ഫീൽ ചെയ്യാൻ കഴിയും, അവിടെ അനുഭവിച്ചറിയാൻ കഴിയും. ഇതിനായി ബോധപൂർവം ശ്വാസം വലിക്കേണ്ടതില്ല. ആ സ്വാഭാവിക ശ്വാസോച്ഛ്വാസത്തെയാണ് നിരീക്ഷിക്കുന്നത്. യോഗ പോലെയല്ല, ഇത് യോഗയിലെ ടെക്നിക്കുമല്ല. യോഗ പോലെ ശ്വാസോച്ഛ്വാസം വലിച്ചെടുക്കുകയും വലിച്ചു വിടുകയും ഫില്ല് ചെയ്യുകയും ഒന്നും ചെയ്യേണ്ടുന്ന ആവശ്യകതയില്ല. ഈ ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ഒരു ദീർഘശ്വാസം വന്നു പോയാലും കുഴപ്പവുമില്ല. നാച്ചുറലി അവിടെ എന്ത് സംഭവിക്കുന്നുവോ അതിനെ ഒബ്സർവ്, അതിനെ നിരീക്ഷിക്കുന്നു, ഒരു സാക്ഷിയെ പോലെ എന്നാണ് ഇത് പൗരാണികമായി പഠിപ്പിക്കുന്ന ഇടങ്ങളിൽ പറയുന്നത്. അത് ഞാൻ ഈ ടെക്നിക്ക് പഠിപ്പിച്ചതിന് ശേഷം ഒരിക്കൽ കൂടെ ആ വിശദീകരണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ആ വിശദീകരണം തരികയും ചെയ്യാം. ഏതായാലും ഇവിടെ സ്വാഭാവിക ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുന്നു, കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട്. വ്യക്തമാകാൻ വേണ്ടി ഇവിടെയും ചിലപ്പോൾ ആവർത്തിച്ചേക്കാം. ആ ടെക്നിക്കിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് അരോചകമാംവിധം ആവർത്തിച്ചേക്കാം. ആ ആവർത്തനത്തിൽ ബോറടിക്കാതെ അത് കേട്ട് മനസ്സിലാക്കി പോകുമ്പോഴാണ് അത് വ്യക്തമായി ചെയ്യാൻ, തെറ്റുക എന്നൊരു സംഗതി ഇല്ല എങ്കിൽ പോലും അത് കുറച്ചുകൂടെ വൃത്തിയായി ചെയ്യാൻ മനസ്സിലാക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ അത് പഠിക്കാൻ ശ്രമിക്കുക ആഗ്രഹിക്കുന്നവർ. ഏതായാലും നാസികാദ്വാരങ്ങൾക്കുള്ളിലെ ശ്വാസോച്ഛ്വാസത്തെ, ശ്വാസം വരുന്നു ശ്വാസം പോകുന്നു, അതിനെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുന്നു. ചിലപ്പോൾ ഇടത് നാസികാദ്വാരത്തിലൂടെ മാത്രമായിരിക്കാം, ചിലപ്പോൾ വലത് നാസികാദ്വാരത്തിലൂടെ മാത്രമായിരിക്കാം ശ്വാസം വരികയും പോവുകയും ചെയ്യുന്നത്. വളരെ അപൂർവമായ ഇരു നാസികാദ്വാരങ്ങളിലും ഒരുമിച്ച് ലഭിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ കുറേ കാലം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇരു നാസികാദ്വാരങ്ങളിലും ഒരുമിച്ച് ലഭിക്കുക. അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ ജോഗിങ്ങോ ഒക്കെ നിരന്തരം ചെയ്തു പോന്നിരുന്ന ആളുകൾക്കും ഒരുപക്ഷെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇരു നാസികാദ്വാരങ്ങളിലും ആ സെൻസേഷൻ, ആ സംവേദനം, ആ ശ്വാസം വരുന്നതും പോകുകയും ചെയ്യുന്ന ആ ഫീല്, ആ സംവേദനം അറിയാൻ കഴിയുമായിരിക്കാം. ഏതായാലും എവിടെയാണോ നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നത്, എവിടെ മീൻസ് ആ ഇരു നാസികാദ്വാരങ്ങളും തുറന്നിരിക്കുന്നതിനുള്ളിൽ എവിടെയാണോ നിങ്ങൾക്ക് ആ ശ്വാസം അകത്തേക്ക് പോകുന്നതും ശ്വാസം പുറത്തേക്ക് പോകുന്നതും അനുഭവിക്കാൻ കഴിയുന്നത്, അവിടെ ശ്രദ്ധ കൊടുക്കുന്നു. അറ്റൻറ്റീവ് മൈൻഡ്, ശ്രദ്ധയോടെ. പക്ഷേ ഇത് ആദ്യം തന്നെ ഇടയ്ക്ക് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം.
ഇത് ചെയ്യാനിരിക്കുമ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചിന്തിക്കും, ഇത് പറ്റില്ലല്ലോ എന്ന്. കാരണം ഈ ചെയ്യാനിരിക്കുമ്പോൾ തന്നെ മനസ്സ് ചെയ്യാനിരുന്ന് സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ മനസ്സിൻ്റെ വഴിക്ക് പോകും. ഭാര്യ വീട്ടിലേക്ക്, ബാങ്ക് മാനേജറിലേക്ക്, ഓഫീസിലേക്ക്, കുട്ടിക്കാലത്തേക്ക്, കോളേജിലേക്ക്, അങ്ങനെ മനസ്സ് കഥകളിലേക്ക് ഓടിയിട്ട് പോകും. പേടിക്കേണ്ട, ഈ ടെക്നിക്ക് അങ്ങനെ പരിശീലിക്കാൻ കഴിയൂ. സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന ആദ്യ ദിവസം തന്നെ സൈക്കിൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിക്ക് പോകില്ല, അത് അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ സ്ഥിരമായി ശീലിക്കുമ്പോൾ ആ സൈക്കിൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴി നിൽക്കും എന്നതുപോലെ ഇത് സ്ഥിരമായി ശീലിക്കുമ്പോൾ മണിക്കൂറുകൾ തന്നെ ഒരു സെക്കൻഡ് പോലും മാറിപ്പോകാതെ അവിടെ തന്നെ നിർത്തുവാൻ കഴിയും. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ടെക്നിക്ക് ഏറ്റവും ശരിയായ രീതിയിൽ ചെയ്യുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സ് മാറിപ്പോകും, പേടിക്കേണ്ട, തിരികെ കൊണ്ടുവരിക. വീണ്ടും മനസ്സ് മാറിപ്പോകും, പേടിക്കേണ്ട, തിരികെ കൊണ്ടുവരിക. അതുപോലെ തന്നെ ചിലരൊക്കെ ആദ്യം ചിന്തിച്ചേക്കാം, എനിക്ക് ആ ശ്വാസോച്ഛ്വാസത്തിന്റെ വരവും പോക്കും അറിയാൻ കഴിയില്ലല്ലോ എന്നുള്ളത്. ശ്വാസത്തിന്റെ വരവും ശ്വാസത്തിന്റെ പോക്കും അറിയാൻ കഴിയുമെന്ന് മാത്രമല്ല, ഒന്നുകൂടെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അകത്തേക്ക് പോകുന്ന ശ്വാസത്തിന് ഒരിളം തണുപ്പും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന് ഒരിളം ചൂടും അനുഭവിച്ചറിയാൻ കഴിയും. അകത്തേക്ക് പോകുന്ന ശ്വാസത്തിന് ഒരിളം തണുപ്പും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന് ഒരിളം ചൂടും. ശ്രദ്ധിക്കുക, ഇതും പറഞ്ഞുവെന്നേ ഉള്ളൂ. ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതും നിരീക്ഷിക്കേണ്ടുന്ന ആവശ്യകതയില്ല. അപ്പോൾ നമ്മൾ തോട്ട് പ്രോസസ് കൊടുക്കുകയാണ്. ഇവിടെ ഒരു തോട്ടും കൊടുക്കുന്നില്ല, അതും പറഞ്ഞുവെന്നേ ഉള്ളൂ. ആദ്യ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ മാത്രം വേണമെങ്കിൽ അതൊന്ന് നിരീക്ഷിക്കാം. പിന്നെ നാം നിരീക്ഷിക്കുന്നത് ഈ ഒരൊറ്റ സംഗതി മാത്രം. ശ്വാസം അകത്തേക്ക് പോകുന്നു, ശ്വാസം പുറത്തേക്ക് പോകുന്നു, ശ്വാസം അകത്തേക്ക് പോകുന്നു, ശ്വാസം പുറത്തേക്ക് പോകുന്നു. അത്രമാത്രം. ആദ്യ ഘട്ടങ്ങളിലൊക്കെ നാം ഒരു 5 മിനിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രമായിരിക്കും അതിൻ്റെ ഫലം കിട്ടുക. പക്ഷേ ആ മിനിറ്റുകളെങ്കിലും ഫലം കിട്ടുകയും അത് ക്രമേണ മുന്നോട്ട് പോകുമ്പോൾ അത് ബ്രെയിനിൻ്റെ ഒരു സ്വാഭാവിക പാറ്റേൺ ആയി മാറുകയും ചെയ്യും. ബ്രെയിനിനും ആ രീതിയിൽ റെസ്റ്റ് എടുക്കാനാണ് ഇഷ്ടം. നാം കുട്ടിക്കാലം മുതൽ തന്നെ ഇത് ശീലിപ്പിച്ചിരിക്കുകയാണ്. ഈ ടെൻഷൻ എടുത്ത് ഓവർലോഡ് എടുത്ത് ശീലിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തെറ്റായ ശീലത്തിൽ നിന്ന് ബ്രെയിനിനെ സമചിത്തതയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു റിട്രീവിംഗ് ടെക്നിക്ക് തന്നെയാണ് തീറ്റ മെഡിറ്റേഷൻ. ഇനി അതുപോലെ മറ്റൊരു കാര്യം കൂടെ, മറ്റു ചില ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞിരുന്നു, ഇതൊന്ന് ആവർത്തിച്ച് വേണമെങ്കിൽ കണ്ടോളൂ എന്ന് പലപ്പോഴും. പക്ഷേ ഈ ടെക്നിക്ക് ആവർത്തിച്ച് കാണേണ്ടുന്ന ആവശ്യകതയില്ല. ഈ വീഡിയോ 1-2 പ്രാവശ്യം ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ സ്വയം ചെയ്താൽ മതി. അത് ആ ടെക്നിക്ക് ചെയ്യാൻ നേരത്തും ഈ വീഡിയോ കണ്ടുകൊണ്ടൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോഴല്ല അതിൻ്റെ ഫലം കിട്ടുക. അത് നമ്മൾ സ്വയം ചെയ്യണം. ഈ വീഡിയോയൊക്കെ സംശയമുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഓഫാക്കി വെച്ച്. ഇനി സംശയമൊന്നുമില്ല, വളരെ സിമ്പിളാണ് കാര്യം, ഒന്നുമില്ല. ഇനി ഞാൻ ആ ടെക്നിക്ക് എങ്ങനെയാണ്, ആ തീറ്റ മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. വ്യക്തമായി പറയാം, ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒന്നും പറയാതെ ശാന്തമായി ഇരുന്നു കൊണ്ട്, നടുവ് നിവർന്നിരുന്നു കൊണ്ട് അത് ചെയ്യുക മാത്രം ചെയ്താൽ മതി. നടുവ് നിവർന്നിരുന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് നാസികാദ്വാരങ്ങൾക്കുള്ളിലെ സ്വാഭാവിക ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുന്നു. മറ്റൊന്നും ഈ ടെക്നിക്കിലില്ല, മറ്റൊന്നും തീറ്റ മെഡിറ്റേഷനിലില്ല. ശരീരം പരമാവധി ഇളകാതിരിക്കാൻ ശ്രമിക്കണം. ശരീരം പരമാവധി ഇളകരുത്. ശരീരം അനക്കുമ്പോൾ അങ്ങോട്ട് നമ്മുടെ ശ്രദ്ധ പോകുന്നു. അതായത് അവിടെ ഒരു തോട്ട് ഡെവലപ്പ് ആകുന്നു. അത്യാവശ്യമൊക്കെ ഉണ്ടായേക്കാം, അത്രയും പൂർണ്ണത നോക്കണ്ട, എങ്കിലും പരമാവധി ശ്രദ്ധിക്കുക. നമ്മൾ ആ ടെക്നിക്ക് വേണ്ടി ഇരിക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക. ഞാൻ ചില വീഡിയോകളിൽ പറഞ്ഞതുപോലെ, ഒന്നുകിൽ ചെയ്യാതിരിക്കുക, ചെയ്താൽ ആത്മാർത്ഥമായി ചെയ്യുക. ആ ആത്മാർത്ഥത അവനവനോടാകട്ടെ. ആ ഒരു ചിന്തയോടെ വേണം ഈ ടെക്നിക്ക് ചെയ്യാനിരിക്കാൻ. അറ്റൻറ്റീവായി ശ്രദ്ധാപൂർവം ചെയ്യുക. നാസികാദ്വാരങ്ങൾക്കുള്ളിൽ ശ്വാസം അകത്തേക്ക് പോകുന്നു, ശ്വാസം പുറത്തേക്ക് പോകുന്നു. അതിനെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുന്നു. മറ്റൊന്നുമില്ല ഈ ടെക്നിക്കിൽ. ഈ ടെക്നിക്ക് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റ് സജഷൻസോ വിഷ്വൽസോ ഒന്നുമില്ല. ഈ ടെക്നിക്ക് ആരംഭിക്കുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ ഇത് മാത്രമേ ഉള്ളൂ. ആ സ്വാഭാവിക ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കുന്ന പ്രക്രിയയാണ് തീറ്റ മെഡിറ്റേഷൻ. അറിഞ്ഞോ അറിയാതെയോ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇടയ്ക്കൊരു ദീർഘനിശ്വാസം വന്നു പോയാലും കുഴപ്പമില്ല. അത് ഈ ടെക്നിക്കിനെ നെഗറ്റീവായി ബാധിക്കില്ല. അപ്പോൾ കണ്ണു തുറന്ന് വീണ്ടും അത് ചെയ്യാൻ തുടങ്ങുകയൊന്നും വേണ്ട. ആ സന്ദർഭത്തിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ആ നോർമൽ പ്രക്രിയ അവിടെ നടന്നോട്ടെ, അത് കുഴപ്പമില്ല. അത് തീറ്റ മൈൻഡ് കൺട്രോളിനെ നെഗറ്റീവായി ബാധിക്കില്ല. അതൊരു തെറ്റുമല്ല, അതൊരു തെറ്റല്ല, അതായത് ഒരു മിസ്റ്റേക്ക് അല്ല. ഓക്കെ. അപ്പോൾ ശ്വാസം കണ്ണടച്ചിരുന്നുകൊണ്ട് ശാന്തമായി ശ്രദ്ധാപൂർവം ശ്വാസം അകത്തേക്ക് പോകുന്നു, ശ്വാസം പുറത്തേക്ക് പോകുന്നു. അത്രമാത്രം, മറ്റൊന്നുമില്ല. നേരത്തെ പറഞ്ഞ ആദ്യ ഘട്ടത്തിൽ മാത്രം ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അകത്തേക്ക് പോകുന്ന ശ്വാസത്തിന് ഒരു ചെറിയ തണുപ്പും പുറത്തേക്ക് വരുന്ന ശ്വാസത്തിന് ഒരു ചെറിയ ചൂടും വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അത്രയും പോലും അറിയാൻ കഴിയും. ഇനി അതറിയേണ്ട ആവശ്യമില്ല, അത് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. നാം ഫീൽ ചെയ്യേണ്ടുന്നത് ശ്വാസം അകത്തേക്ക് പോകുന്നു, ശ്വാസം പുറത്തേക്ക് പോകുന്നു, ശ്വാസം അകത്തേക്ക് പോകുന്നു,
ശ്വാസം പുറത്തേക്ക് പോകുന്നു. അത്ര മാത്രമേ ഉള്ളൂ ഈ ടെക്നിക്ക് അവസാനിക്കുന്നത് വരെ. അലാറം ഒന്നും വെക്കണമെന്നില്ല. ഇനി ടൈം പോകുമെന്നുണ്ടെങ്കിൽ, അത് ടൈം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യ ഘട്ടത്തിലൊക്കെ അലാറം വെച്ചും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ അത്യാവശ്യം ലെങ്തി ആയെങ്കിലും വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ട് സംശയമില്ലാതെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. ഏതായാലും ആ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഉറക്കക്കുറവ് എന്ന പ്രോബ്ലത്തിന് വേണ്ടിയും ഓവർ തിങ്കിങ് അഥവാ അമിത ചിന്ത എന്ന പ്രോബ്ലത്തിന് വേണ്ടിയും എങ്ങനെയാണ് രണ്ട് രീതിയിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. അതൊന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാം. ഉറക്കക്കുറവിന് വേണ്ടിയാണെങ്കിൽ കിടന്നുകൊണ്ട് ചെയ്യണം. ഒരു കാര്യം കൂടെ ഓർക്കണം, അത് ആ സമയത്ത് അങ്ങ് ഉറങ്ങിപ്പോയിക്കോളൂ. പക്ഷേ ഉറക്കക്കുറവിന് വേണ്ടി ചെയ്യുന്നവർ ഇരുന്നു കൊണ്ട് 5 മിനിറ്റ് നിത്യം ചെയ്യുന്നതും ശീലമാക്കണം. അപ്പോഴാണ് ബ്രെയിനിന്റെ ആ ഒരു പാറ്റേണിലേക്ക് എത്തുക. ഇക്വാളിമിറ്റി, സമചിത്തത എന്ന ആ വേവലാതികളില്ലാത്ത, ഓവർ തിങ്കിങ് ഇല്ലാത്ത, ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന ആ കാര്യങ്ങൾ ഇല്ലാത്ത ആ ഒരു സ്വാഭാവിക സ്റ്റേറ്റിലേക്ക് മൈൻഡ് എത്തുക. അതുകൊണ്ട് ഉറക്കക്കുറവിന് പരിഹാരമായി ചെയ്യുന്നവരും ഇരുന്നു കൊണ്ട് 5 മിനിറ്റ് തീറ്റ മെഡിറ്റേഷൻ ചെയ്യണം. അതിനുശേഷം ഉറങ്ങാൻ ആവശ്യമുള്ളപ്പോൾ കിടന്നുകൊണ്ട് ചെയ്യുക. അപ്പോൾ തന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോയിക്കോളും. ഓവർ തിങ്കിങ്ങിന് പരിഹാരമായി ചെയ്യുന്നവർ കിടക്കുമ്പോൾ ചെയ്യണമെന്നില്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അവർ ഇരുന്നു കൊണ്ട് 5 മിനിറ്റ് എങ്കിലും ചെയ്താൽ മതി. എത്ര മിനിറ്റ് ചെയ്യണം? ചുരുങ്ങിയത് 5 മിനിറ്റ് എങ്കിലും ചെയ്താൽ മതി. 20 മിനിറ്റ് ശരാശരി ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പഠിക്കുന്ന സമയത്ത് മണിക്കൂറുകൾ ചെയ്യുന്ന കേന്ദ്രങ്ങളുമുണ്ട്. അതുപോലെ ഏത് സമയത്ത് ചെയ്യണം? ഈ ടെക്നിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ ഇത് യോഗ പോലെ ശ്വാസം വലിക്കലോ വിടലോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ അല്ലാത്തപ്പോൾ എന്നൊന്നുമില്ല. ഏത് സമയത്തും ഉച്ചഭക്ഷണം കഴിച്ച ഉടനെ വേണമെങ്കിലും ചെയ്യാം. ഇതൊരു ശരിക്കും ഒരു പൗരാണിക ടെക്നിക്കാണ് കേട്ടോ. ഇതൊരു പൗരാണിക ഭാരതീയ ടെക്നിക്കാണ്. ആ ടെക്നിക്കിന്റെ ശരിക്കുള്ള പേര് ആനാപാന എന്നാണ്. ഇത് വിദേശ സയന്റിസ്റ്റുകളൊക്കെ ഇന്ത്യയിൽ വന്ന് ഈ ടെക്നിക്ക് പഠിക്കുകയും പല മെഷീൻസും, EEG മെഷീൻസ് ഉൾപ്പെടെയുള്ള പല മെഷീൻസും വെച്ച് ആ സമയത്ത് തീറ്റ വേവ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് കണ്ടെത്തിയപ്പോഴാണ് അതിന് തീറ്റ മെഡിറ്റേഷൻ അല്ലെങ്കിൽ തീറ്റ മൈൻഡ് കൺട്രോൾ എന്ന് പേരിട്ടതും. ഇത് ശരിക്കും ഇതിന്റെ പൗരാണികമായ പേര് ആനാപാന എന്നാണ്. ഇത് ശരിക്കും ഒരു സ്വതന്ത്ര ടെക്നിക്കല്ല. സ്വതന്ത്ര ടെക്നിക്കാണ്, സ്വതന്ത്രമായി ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് ഇന്ത്യയിൽ പൗരാണിക ഭാരതത്തിൽ ഇത് പകർന്നു പോന്നിരുന്നതും പഠിപ്പിച്ചു പോന്നിരുന്നതും വിപസ്സന എന്നൊരു മറ്റൊരു പവർഫുൾ ടെക്നിക്ക് പഠിക്കാൻ വേണ്ടിയാണ്. വിപസ്സന എന്ന ടെക്നിക്ക്, ഈ വിപസ്സന എന്താണ് എന്ന് അറിയണമെങ്കിൽ തന്നെ ഇതിൽ അത്യാവശ്യം പ്രാവീണ്യം നേടിയെങ്കിലേ, ഒരു അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് നേടിയെങ്കിലേ വിപസ്സന എന്താണെന്ന് പോലും അറിയാൻ കഴിയുള്ളൂ. ജസ്റ്റ് ഒന്ന് പറയാം. ഇത് നാസികാദ്വാരങ്ങൾക്കുള്ളിലെ സെൻസേഷനെ നിരീക്ഷിക്കുകയാണ് ആനാപാന എങ്കിൽ, അല്ലെങ്കിൽ തീറ്റ മെഡിറ്റേഷൻ എങ്കിൽ, നമ്മുടെ ബോഡിയിലെ സെൻസേഷൻസിനെ ഒബ്സർവ് ചെയ്യലാണ് വിപസ്സന. അത് അത്ര എളുപ്പമല്ല മീൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇതൊരു തെറ്റിദ്ധാരണയുണ്ട്, ജസ്റ്റ് ഒന്ന് അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചൈനയിലേക്ക് പല മെഡിറ്റേഷൻ സെന്ററുകളിലും പല വലിയ ഫേമുകളിൽ പോലും വലിയ സംഘടനകൾ പോലും ഈ ആനാപാനയാണ് വിപസ്സന എന്ന് കരുതുന്നവരുണ്ട്. ശരിക്കും ആനാപാനയല്ല വിപസ്സന മറ്റൊന്നാണ്. ജസ്റ്റ് പറഞ്ഞുവെന്നേ ഉള്ളൂ. ഇതിന്റെ ബേസ് ഒന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞുവെന്നേ ഉള്ളൂ. ഇതൊരു പൗരാണിക ടെക്നിക്കാണ്. അതിന്റെ പേര് ആനാപാന. ഏതായാലും സൂപ്പർ പവർഫുൾ ടെക്നിക്കാണ്. സൂപ്പർ പവർഫുൾ. എൻ്റെ ലൈഫിൽ എൻ്റെ ഗുരുനാഥൻ, ഈ ടെക്നിക്ക് പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മെഡിറ്റേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. ഞാനത് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന് പറയാൻ കാരണം, അതിനുശേഷം പിന്നീട് ഒരു മെഡിറ്റേഷൻ പഠിച്ചപ്പോൾ ഇതിനേക്കാളും ഒരു പടിക്ക് മുന്നിൽ അതാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോഴത്തേക്കും അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പിന്നീട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും മെഡിറ്റേഷൻ ഇഷ്ടമായെങ്കിൽ നല്ല ആവശ്യമുള്ളവർ, ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് ആ ആവശ്യമുണ്ടെങ്കിൽ അതിന് 100% പരിഹാരമാകും. അതുകൊണ്ടാണ് അതിൻ്റെ ആ സയൻസ് തന്നെ അത്രയും വിശദീകരിച്ചത്. ഇപ്പോഴും ഇത്രയും പറയുന്നത് സ്വല്പം ലെങ്തി ആയാൽ പോലും കുഴപ്പമില്ല, ഈ വീഡിയോ ഞാൻ വെക്കുകയാണ് ചെയ്തത്. കാരണം മറ്റെല്ലാ വീഡിയോകളിലും ലെങ്തി ആകരുത്, ആളുകൾക്ക് ഒട്ടും ബുദ്ധിമുട്ടാകരുത് എന്ന് കരുതി പരമാവധി വേഗത്തിൽ പരമാവധി ചുരുക്കിയാണ് പറയുന്നത്. പക്ഷേ ഈ ടെക്നിക്ക് വളരെ പവർഫുൾ ടെക്നിക്കാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ അതിൻ്റെ ഏറ്റവും ബേസിക് ശേഷിയെ ഉണർത്തിയെടുക്കുന്ന, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും വിജയിപ്പിക്കാൻ കഴിയുന്ന ടെക്നിക്കാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ എല്ലാം കൂടെ വാരി വലിച്ച് പറഞ്ഞില്ലായെന്നേ ഉള്ളൂ. ഓർമ്മക്കുറവിനും പൂർണ്ണ പരിഹാരം തന്നെയാണ് ഈ ടെക്നിക്ക്. ഞാൻ മുൻപൊരു വീഡിയോ ഓർമ്മക്കുറവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓർമ്മക്കുറവിനും പൂർണ്ണ പരിഹാരമാണ്. കാരണം ഓർമ്മക്കുറവ് തിരികെ എടുക്കാനുള്ള ശേഷി, അത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും, തിരികെ എടുക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നത് വേവറിങ് മൈൻഡ് കൊണ്ടാണ്, ചഞ്ചല മനസ്സുകൊണ്ടാണ്. ആ ചഞ്ചല ഒന്ന്
ഒന്നും ബ്രെയിനിൽ നിന്ന് ഇല്ലാതായി പോകുന്നില്ല. മറവിയെന്നൊന്നില്ല. അത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. മറവിയെന്നൊന്നില്ല. അപ്പോൾ തിരികെ ആവശ്യമായ സമയത്ത് തിരികെ എടുക്കാൻ കഴിയാതെ വരുന്നത് മാത്രമാണ് ഇന്ന് ഓർമ്മക്കുറവ് എന്ന് വിവക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് സ്ഥിരം ചെയ്യുന്ന ആളുകളിൽ ആവശ്യമായ സമയത്ത് തിരികെ എടുക്കാനുള്ള ആ മൂഡ് പടം, ആ വേവറിങ്, ചഞ്ചല മനസ്സ് മാറിപ്പോവുകയും ഓർമ്മശക്തിയും 10 മടങ്ങ് 100 കണക്കിന് മടങ്ങ് വർദ്ധിപ്പിച്ചെടുക്കാനും കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് സമാന മനസ്കരായ ആവശ്യമുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. താങ്ക്